ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ സ്റ്റിൽ ഇപ്പം അബുദാബി തന്നെയാണ്. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മോസ്കിലാണ്. ഇവിടുത്തെ മോസ്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. നല്ല വെയിലാണ് ഇപ്പോൾ. നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഡേ. അതെ, മോസ്ക് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ് ഗൈസ്. നമ്മൾ അബുദാബി ഇന്ന് ലീവ് ചെയ്യും. ഇന്ന് ലീവ് ചെയ്യും അല്ലേ? ആര് നിങ്ങൾ വരില്ലേ? ഇവരുടെ സ്റ്റേ ഇവിടെ ആണ്. നാളെ നമ്മൾ ദുബായിലാണ് മീറ്റ് ചെയ്യുന്നത്. മോസ്ക് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഷെയ്ഖ് സയ്യിദ് മോസ്ക്, അബുദാബി ഷെയ്ഖ് സയ്യിദ് മോസ്കിലാണ് പോകുന്നത്. എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? നമ്മളിപ്പോൾ ഷെയ്ഖ് സയ്യിദ് മോസ്കിൽ തൊട്ടടുത്തുള്ളൊരു മാളെന്ന് വേണേൽ പറയാം. മാൾ തന്നെയാണ്. നമുക്കിപ്പോൾ ഉള്ള പ്രധാന പ്രശ്നം നമുക്ക് ഡ്രസ്സാണ്. അപ്പോൾ ഷെയ്ഖ് സയ്യിദ് മോസ്കിൽ വരുമ്പോൾ നമ്മുടെ ഡ്രസ് കോഡ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഒന്നെങ്കിൽ ഫുള്ളും വേണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മേടിക്കാനുള്ള പ്ലാനിലാണ്. അതിനുശേഷം നമ്മൾ അടുത്ത ഗൈസ്, നമ്മളപ്പോ ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. പള്ളി വന്നു. ഇവരൊക്കെ ഒരുപാട് തോന്നിയവാസം കാണിക്കുന്നത്. പള്ളിയിൽ ഇങ്ങനെയൊന്നും കയറാൻ പറ്റില്ല ഗൈസ്. അത് നമുക്ക് അല്ല പറഞ്ഞു ഷോള് വാങ്ങണ്ട. നമ്മൾ ഇന്നലെ വാങ്ങിച്ചതില്ലേ, അതുണ്ടായിനി അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിന്റെ അടിയിൽ ഒരു ജീൻസ് ഇടും, അങ്ങനെ ഇട്ടിട്ട് നമ്മള് ബോഡി കവർ ചെയ്യണം. അത്രേ ഉള്ളൂ. ബോഡി കവർ ചെയ്യണം, അത്രേ ഉള്ളൂ. കുരിശ് ഏതൊക്കെയോ ആളുകളെ വായി നോക്കി പോകുന്നു. ലക്ഷ്മി കുരിശു എന്തൊക്കെയോ നോക്കണ്ട, മൈൻഡ് ആക്കുന്ന പോലും ഇല്ല. ഞാൻ ഒരു ഗേൾഫ്രണ്ടിനെ കണ്ടായിരുന്നു. ഒരു ഗേൾഫ്രണ്ടിനെ ഒരു പെണ്ണിനെ കണ്ടായിരുന്നു. ലുക്ക്. അപ്പോഴേക്കും അതിന്റെ പുറകെ പോയി. ഞാനും ലക്ഷ്മി എന്ന് മൊത്തം ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പുറകെ പോകുന്നൊക്കെ ഓടിപ്പോകുന്നത്. നമുക്ക് ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത്? ഇവന്റെ ആള് ശരിയല്ല. എനിക്ക് പണ്ടേ അറിയാം. നമുക്കില്ല ആഗ്രഹങ്ങള്. നമുക്ക് എപ്പോഴും ഉമ്മാരൊപ്പം നടന്നാൽ മതിയാ. ആറപ്പോ നമ്മുടെ ഒപ്പം എല്ലാവരും ലക്ഷ്മിയെ പിടിച്ചു ഗൈസ്. ലക്ഷ്മിയുടെ ഔട്ട്ഫിറ്റ് ഞങ്ങളൊന്ന് മാറ്റി. ഇതിനെല്ലാവരും പ്രഷർ ചെയ്യുന്നു ഗൈസ്. ഇതെന്താ ഒരു സൈഡ് വേറെ ആയിരുന്നു. അതാണ് ട്രെൻഡ്. നിന്നെയോ വിളിച്ചോടാൻ പോകുന്നു. ലക്ഷ്മി ഔട്ട്ഫിറ്റ് മാറി ഗൈസ്. പിന്നെയും കൈ കയറിയതു. ഇപ്പൊ സെറ്റ്. ലക്ഷ്മി സ്റ്റൈലിസ്റ്റ് അല്ലടാ. വീണു. ഇത് കൊടുക്കണ്ട. നമ്മളങ്ങനെ ഔട്ട്ഫിറ്റ് ചേഞ്ച് ഒക്കെ നടത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷർമുന്റെ ഷർട്ട് കിട്ടി. നമ്മളിപ്പോ ഷെയ്ഖ് സയ്യിദിലേക്ക് പോകാൻ വേണ്ടിയാണ്. നമ്മുടെ ഔട്ട്ഫിറ്റ് ഒക്കെ മാറി. ലക്ഷ്മിയുടെ ഔട്ട്ഫിറ്റ് ആണ് മാറിയത്. ലക്ഷ്മിയാണ് താരം. റേറ്റ് ഔട്ട് ഓഫ് 10. അതെ, ക്ലോക്ക് റൂമാണ്. നമ്മളങ്ങനെ എല്ലാം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. മൂന്നാല് റൗണ്ട് ലക്ഷ്മി ഡ്രസ് മാറി. കൊറേ റൗണ്ട് എനിക്ക് അരക്ക് ഇപ്പൊ ഒരു എല്ലാവരും 3-4 ലെയറിലാണ് നിൽക്കുന്നത്. തല അറബിന്റെ ഇത് അതിനെല്ലാം അടിയിൽ അവളുടെ ഓൾറെഡി ഉണ്ട്. നമ്മളടുത്ത് ഡയലോഗ് അടിക്കുന്നു സെയ്ത്. നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും. നമ്മളങ്ങനെ മോസ്കിൽ എത്തിയിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, നമുക്ക് കണ്ണൊന്നും തുറക്കാൻ പറ്റണില്ല. നല്ല ഭംഗിയാണ് മോസ്ക്. ഇവിടെ വെള്ളമുണ്ട്. ഇപ്പൊ നമ്മൾ ഷെയ്ഖ് സയ്യിദ് മോസ്കിലാണ് കയറാൻ പോവാണ്. കുന്നംകുളം ടൊവിനോ? സാക്ഷിനി ശർമ്മ ചോദിച്ചപ്പോ കുന്നംകുളം അല്ലായിരുന്നു കേട്ടോ. എന്റെ ചുറ്റുപറ്റോട്ടുള്ളവര് കുന്നംകുളമായോണ്ടാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഷെയ്ഖ് സയ്യിദിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. നീ കണ്ടില്ലേ? കണ്ടിട്ടില്ല. താജ്മഹൽ കണ്ട പോലത്തെ ഒരു നീ പൊക്കെ ലക്ഷ്മി പിന്നെ പിടിച്ചിട്ട്
ഗോൾഡ് പൂശിയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. എന്നാ അത് ഗോൾഡ് പൂശിയതാണ്. അത് കോയ പറയുന്നത് ഇത് ഗോൾഡ് പൂശിയതാണെന്ന്. അല്ലല്ലോ ഗോൾഡ് പൂശിയെന്ന് പറഞ്ഞാലും വിശ്വസിക്കാം. ഇവിടുത്തെ മാർബിളിന്റെ പ്രത്യേകതയാണ് വളരെ വലിയ പ്രത്യേകത. ആ മാർബിളിലോട്ട് നോക്കൂ, കണ്ട ടൈല് പോലെ എന്താ ആൾക്കാർ ചളികളൊക്കെ വന്ന് അടയുമല്ലോ. ഒരു ഫിറ്റ് ഔട്ട് എഞ്ചിനീയറുടെ ബ്രില്യൻസ് ആണ് നിങ്ങളിപ്പോ കേട്ടത്. ഇതുപോലെയാണോ നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നത്? ഞങ്ങളിങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടത് കാരണം എന്താ മണ്ണതിനുള്ളിൽ വെക്കാൻ വേണ്ടി. ഇനിയിപ്പോ എന്റെ ഒന്നും കാണാറില്ല. കുറച്ച് വെള്ളം ഉണ്ട്, ഈ വെള്ളം കുടിച്ചാൽ നമ്മളിപ്പോൾ വേറൊരു സ്പോട്ടിലോട്ട് കയറാണ്. വണ്ടിയുണ്ട് പണ്ടാമത്തേക്ക് കയറിയാണ് അത് വിദ്യാഭ്യാസം അങ്ങനെ പറഞ്ഞു ഗൈസ്. അത് വേറൊരു സ്ഥലമാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗായ്സ്, നേരത്തെ ഞങ്ങളൊരു ഗോൾഡിനെ കുറിച്ചുള്ളൊരു കാര്യം പറഞ്ഞു. അടുത്ത ഗോൾഡിനെ കുറിച്ചുള്ള ഫാക്ട്സ് ആണ്. ആ ചാൻഡിലിയർ കണ്ടോ? ആ ചാൻഡിലിയറിലുള്ള ഗോൾഡ് ഉണ്ടല്ലോ, അത് ഒറിജിനൽ ഗോൾഡാണ്. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ശരിക്കും അത് ഒറിജിനൽ ഗോൾഡാണ് ഗായ്സ്. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത അതാണ്. ചാൻഡിലിയേഴ്സിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഗോൾഡാണ് നമ്മൾ ഈ കാണുന്നത്. ഗൈസ്, ഈ കാണുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ഗോൾഡാണ്. ഗസ് ചെയ്യൂ, വാട്ട് ഈസ് ദാറ്റ്? എന്താണ് സാധനം? ശർമ്മ പറ, ഇതെന്താ സാധനം? ചാൻഡിലിയർ അല്ല, ഒരു പ്രത്യേക ഷേപ്പിലാണ് ആ ചാൻഡിലിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതെന്താ ഗായ്സ്? UAE ഒരു ഐക്കോണിക് സിംബൽ ആണ് ആ സാധനം. എന്താ സാധനം? എന്താണ് പാം ട്രീ തലകുത്തി വെച്ചേക്കുന്ന ഷേപ്പാണ് ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ മോസ്റ്റിന് ഏകദേശം നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഭയങ്കര വെയിലാണ്. വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബാഗ് പിടിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും സൊവിനിയറോ അല്ലെങ്കിൽ മാലയോ കമ്മലോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഒന്നും വാങ്ങിക്കുന്നില്ല. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ആദ്യത്തത് തട്ടുകട ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ. ഇത് രാവിലെ ചായ ചിക്കൻ ഫ്രൈയും കഴിച്ച സൈഡാണ്. ഫിഷ് ഫ്രൈ ഉണ്ടോ? ഇല്ലായിരുന്നു. ചിക്കൻ ഫ്രൈ ഉണ്ടോ? ഉണ്ട്. എന്നാ പോരട്ടെ. ഭയങ്കര ടേസ്റ്റി ആണെന്ന് ഞാൻ തിന്നിട്ട് പറയാം. സോഫ്റ്റ് ആണ്. അഭിപ്രായം പറഞ്ഞ ചിക്കൻ ബിരിയാണി വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞേക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. കാലിക്കറ്റ് റഹ്മത്തിലെ ബീഫ് ബിരിയാണിയാണ് ഗായ്സ്. അത് ബീഫ് ബിരിയാണി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഓ, അങ്ങനെ ഇടോ? അങ്ങനെ ഇട്ടുണ്ടായിരുന്നു. അല്ല, ഒരെണ്ണം ഇവിടെ വെച്ചോട്ടോ. ഞാൻ വെക്കട്ടെ? ഇത് കൊടുക്കോ? എനിക്കൊന്നും ഇവിടെ വെക്കാം. ആവശ്യമുള്ള നീട്ടോളൂ. ആ, എനിക്കും അങ്ങനെ തന്നെ ഇഷ്ടം. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ കഴിക്കട്ടെ കേട്ടോ. ബിരിയാണി,
ഗൈസ് നമ്മളിപ്പോ അൽബേക്കില് വന്നേക്കാണ്. Guys, Albake is best for nuggets ആണ്. നഗറ്റ്സ്. So we are trying Albake's nuggets. ഇവിടെ ഷേക്ക് എന്താ കുടിക്കുന്നത്? പെപ്സി. നഗറ്റ്സ് ഇതെന്തോ എങ്ങനെയുണ്ട്? ടേസ്റ്റ് നഗറ്റ്സ് കഴിച്ചോട്ടെ ഗൈസ്. നഗറ്റ്സ് ഭയങ്കരമായിട്ട് ഹൈപ്പ് ആയിട്ട് സാധനം എല്ലാവരും. അൽബേക്കിൽ നഗറ്റ്സ് സൂപ്പറാണ് എല്ലാവരും പറഞ്ഞത്. അതാണ് സ്പൈസി ആണ്. മെക്ഡിയിലെ പോലെ ചത്ത നഗറ്റ്സ് അല്ല, ഒരു ജീവനുണ്ട്.